എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പേജിംഗ്. ഇൻ പേജിംഗ്, സെക്കൻഡറി മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി ആർ ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ സൈസ് പാർട്ടീഷൻസ്. പേജിംഗ് ഒരു മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇവിടെ സെക്കൻഡറി മെമ്മറിയെയും പ്രൈമറി മെമ്മറി അതായത് റാമിനെയും ഫിക്സ്ഡ് സൈസ്ഡ് ബ്ലോക്ക് ആക്കി ഡിവൈഡ് ചെയ്യും. സോ പേജിംഗിൽ എന്താ ചെയ്യുന്നത്? സെക്കൻഡറി മെമ്മറിയെയും പ്രൈമറി മെമ്മറിയെയും എന്ത് ചെയ്യും? ഫിക്സ്ഡ് സൈസ് ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ദി പാർട്ടീഷൻസ് ഓഫ് സെക്കൻഡറി മെമ്മറി ആർ കോൾഡ് പേജസ്. ദി പാർട്ടീഷൻസ് ഓഫ് മെയിൻ മെമ്മറി ആർ കോൾഡ് ഫ്രെയിംസ്. സോ സെക്കൻഡറി മെമ്മറിയുടെ പാർട്ടീഷനെ അല്ലെങ്കിൽ ബ്ലോക്കിനെ നമ്മൾ പേജസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മെയിൻ മെമ്മറിയുടെ പാർട്ടീഷനെ ഫ്രെയിംസ് എന്ന് പറയും. സോ സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ലോജിക്കൽ മെമ്മറി ആണെന്ത് നമ്മൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫിസിക്കൽ മെമ്മറി ആണെന്ത് നമ്മൾ ഫ്രെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ ഫിഗർ നോക്കിയാൽ ഇതാണെന്ത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലെ ഹാർഡ് ഡിസ്ക്. ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? പേജസ് ആക്കി മാറ്റുക. അതേപോലെ അല്ലേ നമ്മുടെ മെയിൻ മെമ്മറി, അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഫ്രെയിംസ് ആക്കി മാറ്റുക. സോ ഈ ഒരു സെക്കൻഡറി മെമ്മറി ആണെന്ത് നമ്മൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രൈമറി മെമ്മറിയിലെ മെയിൻ മെമ്മറി ആണെന്ത് നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ദി സൈസ് ഓഫ് ദി പേജ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫ്രെയിം അല്ലേ. അപ്പൊ ഇവിടെ പേജിന്റെ സൈസും ഫ്രെയിമിന്റെ സൈസും ഈക്വൽ ആയിരിക്കും. അപ്പൊ പേജിന്റെ സൈസ് 4 KB ആണെങ്കിൽ ഫ്രെയിമിന്റെ സൈസ് എന്തായിരിക്കും? 4 KB ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ അല്ലേ ഈ ഒരു ഫ്രെയിമിന്റെ സൈസ് ഇപ്പോൾ ഇത് 4 KB ആണെങ്കിൽ അതേപോലെ എന്തായിരിക്കും ഈ പേജിന്റെ സൈസും എന്തായിരിക്കും? അത് 4 KB ആയിരിക്കും. അതായത് പേജിന്റെ സൈസും ഫ്രെയിമിന്റെ സൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഒരു കീ ഐഡിയ എന്ന് പറയുന്നത് പേജ് നമ്മൾ എന്ത് ചെയ്യും? ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. അപ്പൊ ഈ ഒരു സെക്കൻഡറി മെമ്മറിയിലുള്ള ഈ പേജിന് എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു മെയിൻ മെമ്മറിയിലെ ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യും? ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? പ്രോസസ്സിനെ പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പൊ നമുക്കൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യും? ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ വലിയൊരു പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യും? മുഴുവനായിട്ട് റാമിലേക്ക് ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? റാമിന്റെ സൈസ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോസസ്സിനെ പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ പേജിന് നമ്മൾ ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യും. ഫ്രെയിം ആണെന്ത്? നമ്മളുടെ ആക്ച്വൽ ഫിസിക്കൽ മെമ്മറി, അതായത് റാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പേജിംഗ് കൺസെപ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. സപ്പോസ് നമുക്കിപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട് വിചാരിക്കാം. പ്രോസസ്സ് എ അല്ലേ, അതിന്റെ സൈസ് എത്രയാണ്? 8K ആണ്. ആ പ്രോസസ്സിന് എന്ത് ചെയ്യും? നമ്മൾ 4 പേജ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലേ. പേജ് 0, പേജ് 1, പേജ് 2, പേജ് 3 അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? 4 പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ പ്രോസസ്സിന്റെ സൈസ് എത്രയാണ്? 8K അല്ലേ. ഈ 8K ഈക്വൽ സൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 2K ആണ് അല്ലേ. അങ്ങനെ ഓരോ പേജിന്റെ സൈസ് എന്തായിരിക്കും? അത് 2K ആയിരിക്കും. ദെൻ ചെറിയൊരു പ്രോസസ്സാണ് പ്രോസസ്സ് ബി അല്ലേ. അതിന്റെ സൈസ് എത്രയാണ്? 6K അല്ലേ. അപ്പൊ അതിനെ ഈക്വൽ സൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 2K എന്നല്ല കിട്ടുക അല്ലേ. അപ്പം ഈ ഒരു 6K അല്ലേ, അതായത് അപ്പൊ ഈ ഒരു പ്രോസസ് ബി എന്ത് ചെയ്യും? നമ്മൾ 3 പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. പേജ് 0, പേജ് 1, പേജ് 2. അതേപോലെ തന്നെ അല്ലേ നമ്മളുടെ ഫിസിക്കൽ അഡ്രസ് സ്പേസ്, അതായത് നമ്മളുടെ മെയിൻ മെമ്മറി, അതായത് റാമിന്റെ സൈസ് എത്ര തന്നിരിക്കുന്നത്? 10K അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും? ആ റാമിന് എന്ത് ചെയ്യും? നമ്മൾ ഈക്വൽ സൈസിലെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ലേ. അങ്ങനെ നമുക്ക് 5 ഫ്രെയിംസ് കിട്ടില്ലേ. 0 മുതൽ 4 വരെ 5 ഫ്രെയിംസ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ. ഓരോന്നിനും സൈസ് എത്രയാണ്? 2K അല്ലേ. അങ്ങനെ 2K വെച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് ടോട്ടൽ 10K ആണ് കിട്ടുക. സോ നമ്മൾ അല്ലേ നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്ത് പേജുകളാക്കി മാറ്റും. ദെൻ നമ്മളുടെ റാമിനല്ലേ, അതായത് നമ്മുടെ ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫ്രെയിംസ് ആക്കി മാറ്റും. ഇവിടെ നമുക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഏത് പേജിനെയും ഏത് ഫ്രെയിമിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇപ്പം പ്രോസസ് എയുടെ പേജ് 0 എങ്ങോട്ടേക്കാണ് ലോഡ് ചെയ്യുന്നത്? ഈ ഒരു ഫ്രെയിം 2ലേക്കാണ് ലോഡ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഇപ്പോൾ പ്രോസസ് ബിയുടെ പേജ് 0 എങ്ങോട്ടാണ് ലോഡ് ചെയ്യുന്നത്? ഫ്രെയിം 1ലേക്കാണ് ലോഡ് ചെയ്യുന്നത്. അതായത് ഈ ഫ്രെയിമിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ പേജിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ പേജിന്റെ സൈസും അതുപോലെ തന്നെ ഫ്രെയിമിന്റെ സൈസും ഈക്വൽ ആയിരിക്കും. എവിടെ എന്താണ് പേജിന്റെ സൈസ്? അത് 2K ആണ് അല്ലേ. അതേപോലെ ഫ്രെയിമിന്റെ സൈസ് എന്താണ്? 2K ആണ്. അപ്പോൾ പേജിന്റെ സൈസും ഫ്രെയിമിന്റെ സൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് പേജിങ്ങിന്റെ കൺസെപ്റ്റ്. അടുത്താണ് അഡ്രസ് ട്രാൻസ്ലേഷൻ അല്ലേ. നമുക്കറിയാം പ്രൈമറി മെമ്മറിയിലേക്കാണ് എന്ത് പേജസ് ലോഡ് ചെയ്യുക. ആ പേജസിനെയൊക്കെ CPU എക്സിക്യൂട്ട് ചെയ്യണം. സോ പ്രോസസ്സിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? CPU ഫെച്ച് ചെയ്യണം. CPU ഫെച്ച് ചെയ്യണമെങ്കിൽ ആദ്യം
CPU ലോജിക് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. പക്ഷേ നമ്മളുടെ പ്രൈമറി മെമ്മറിയിൽ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് എന്താണ്? ഫിസിക്കൽ അഡ്രസ് ആണ്. ഇവിടെ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ഈ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം മാത്രമാണെന്ത് നമുക്ക് പ്രോസസ്സുകളൊക്കെ ഫെച്ച് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് പേജിങ്ങിൽ എങ്ങനെയാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ നടക്കുന്നതെന്ന് നോക്കാം. It is done by mapping logical address is mapped to physical address using a page table. ഇവിടെ മാപ്പിംഗ് വഴിയാണ് എന്ത് അഡ്രസ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ലോജിക്കൽ അഡ്രസ്സിന്റെ ഫിസിക്കൽ അഡ്രസ്സ് കിട്ടിയാൽ മാത്രമാണ് എന്ത് ഒരു പ്രോസസ്സിന് മെയിൻ മെമ്മറിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ആക്ച്വൽ അഡ്രസ്സ് വേണം. CPU ആണെന്ത് ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യണം. അങ്ങനെ മാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ത് ഈ ഒരു പേജ് ടേബിൾ. ഇനി ഇവിടെ CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനെ 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? പേജ് നമ്പറും അതുപോലെ തന്നെ പേജ് ഓഫ്സെറ്റും. സോ CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിന്റെ 2 പാർട്ടാണത് പേജ് നമ്പറും അതുപോലെ തന്നെ പേജ് ഓഫ്സെറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഫിസിക്കൽ അഡ്രസ്സിനെയും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യില്ലേ? ഏതൊക്കെയാണ്? ഫ്രെയിം നമ്പറും അതുപോലെ തന്നെ പേജ് ഓഫ്സെറ്റും അല്ലേ? ഏതാണ്? ഫ്രെയിം നമ്പറും പേജ് ഓഫ്സെറ്റും. ദി പേജ് നമ്പർ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡെക്സ് ഇൻ ടു എ പേജ് ടേബിൾ. അപ്പോൾ പേജ് നമ്പറിനെയാണെന്ത് നമ്മൾ പേജ് ടേബിളിന്റെ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? പേജ് നമ്പർ ആണെന്ത് ശരിക്കും പേജ് ടേബിളിന്റെ ഇൻഡെക്സ്. ദെൻ ദി പേജ് ടേബിൾ കണ്ടെയ്ൻസ് ദി ബേസ് അഡ്രസ് ഓഫ് ഈച്ച് പേജ് ഇൻ ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറിയിൽ ലോഡ് ചെയ്ത പേജിന്റെ ബേസ് അഡ്രസ് ആണ് എന്ത് ചെയ്യുക? പേജ് ടേബിൾ ഉണ്ടായിരിക്കുക. അതായത് പേജ് ടേബിളിന്റെ ഉള്ളിൽ എന്താണ്? ഫ്രെയിം നമ്പർ ആണ് ഉണ്ടായിരിക്കുക അല്ലെ? അപ്പൊ പേജ് ടേബിളിന്റെ പുറത്ത് എന്തായിരിക്കും? പേജ് നമ്പറും. അതായത് പേജ് ടേബിളിന്റെ ഇൻഡെക്സ് എന്താണ്? പേജ് നമ്പറും അതിനുള്ളിലെ ബേസ് അഡ്രസ് ആയ ഫ്രെയിം അഡ്രസ് ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ നോക്കുക, ഇതാണെന്ത് ഒരു പേജ് ടേബിൾ അല്ലേ? അപ്പൊ ഈ പേജ് ടേബിളിന്റെ ഇൻഡെക്സ് എന്താണ്? ശരിക്കും പേജ് നമ്പർ ആണ്. നോക്കുക, പേജ് ടേബിളിന്റെ ഇൻഡെക്സ് ശരിക്കും എന്താണ്? ഈ ഒരു P0, P1, P2, P3 പറഞ്ഞ പേജ് നമ്പർ ആണെന്ത് ശരിക്കും പേജ് ടേബിളിന്റെ ഇൻഡെക്സ് അല്ലേ? അതേപോലെ പേജ് ടേബിളിന്റെ ഉള്ളിൽ നമുക്ക് എന്താ കാണാം? ഫ്രെയിം അഡ്രസ് അല്ലേ? അതായത് ബേസ് അഡ്രസ്. അതായത് ഈ മെമ്മറിയുള്ള ഫ്രെയിമിന്റെ അഡ്രസ് ആണ് ശരിക്കും എവിടെ ഉണ്ടാവുക? പേജ് ടേബിളിന്റെ ഉള്ളിൽ ഉണ്ടാവുക. സോ ആ ഫ്രെയിം അഡ്രസ് അല്ലേ? അതായത് ആ ബേസ് അഡ്രസ്സും അതുപോലെ തന്നെ ഓഫ്സെറ്റും കൂടി കമ്പൈൻ ചെയ്താണ് എന്ത് ചെയ്യുക? ഫിസിക്കൽ മെമ്മറി അഡ്രസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇനി നമുക്കിതിനെ ഡയഗ്രാം വെച്ചിട്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കറക്റ്റ് നോക്കാം. നമുക്കറിയാം CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് ആണെന്ത് ലോജിക്കൽ അഡ്രസ്സിനെ. അതിന് 2 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണെന്ന്? പേജ് നമ്പറും ഉണ്ട്, ദെൻ ഓഫ്സെറ്റും ഉണ്ട്. നമ്മളുടെ ആക്ച്വൽ അഡ്രസ് ആണ് ശരിക്കും എന്ത് ഫിസിക്കൽ അഡ്രസ് അല്ലേ? അതായത് നമ്മുടെ മെയിൻ മെമ്മറിയുടെ അഡ്രസ്സ്. അപ്പോൾ അതിന് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും. ഒന്നെന്താണ്? ഫ്രെയിം നമ്പറും അതുപോലെ തന്നെ ഓഫ്സെറ്റും. പിന്നെ നമുക്ക് എന്തുണ്ട്? പേജ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേജ് ടേബിളിന്റെ ഈ ഒരു ഇൻഡെക്സ് ഇല്ലേ? അതെന്താണ് ശരിക്കും? പേജ് നമ്പർ ആണ്. ദെൻ പേജ് ടേബിളിന്റെ ഉള്ളിൽ വരുന്നതാണ് അത് ഫ്രെയിമിന്റെ നമ്പർ അല്ലേ? നമ്മുടെ മെയിൻ മെമ്മറി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കി മാറ്റും? ഡിഫറെന്റ് ഫ്രെയിംസ് ആക്കി മാറ്റും അല്ലേ? ഇതെന്താണ് ശരിക്കും? ഇത് ഫ്രെയിം 0 ആണ്, ഇത് ഫ്രെയിം 1 ആണ്, ഇത് ഫ്രെയിം 2 ആണ്, ഫ്രെയിം 3 ആണ്, ഫ്രെയിം 4 ആണ്, ഫ്രെയിം 5 ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം പേജ് നമ്പർ നോക്കും. അപ്പോൾ പേജ് നമ്പർ നോക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എക്സാമ്പിൾ P1 ആണ്. അപ്പോൾ ഈ പേജ് നമ്പർ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഫ്രെയിം നമ്പർ കിട്ടും. അതായത് നമ്മുടെ ബേസ് അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ ഫ്രെയിം നമ്പർ അല്ലേ? ഈ ഫ്രെയിം നമ്പറും അതുപോലെ തന്നെ ഓഫ്സെറ്റ്, ഇവിടെ എന്താണോ ഓഫ്സെറ്റ് അല്ലേ? അതേ ഓഫ്സെറ്റ് ആണ് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്പറും അതുപോലെ തന്നെ ഈ ഒരു ഓഫ്സെറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. അതായത് ഫിസിക്കൽ അഡ്രസ്സ് ആണ് എന്താ? നമ്മുടെ മെയിൻ മെമ്മറിയിലെ അഡ്രസ്സ് അല്ലേ? ആ ആക്ച്വൽ അഡ്രസ്സ് കിട്ടിയാൽ എന്ത് ചെയ്യും? CPU-ന് ഫെച്ച് ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, ഈ P0 എന്ന് പറഞ്ഞ ഈ ഒരു പേജിലെ അത് മെയിൻ മെമ്മറിയിലെ ഏത് ഫ്രെയിമിലേക്കാണ് ലോഡ് ചെയ്യുന്നത്? അത് 5th ഫ്രെയിമിലേക്കാണ് ലോഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ശരിക്കും വരിക? ഇവിടെ 5 ആണ് വരിക. അതുപോലെ P1 അല്ലേ? അത് മെയിൻ മെമ്മറിയിൽ ഏത് ഫ്രെയിമിലാണ് ലോഡ് ചെയ്യുന്നത്? അത് 2nd ഫ്രെയിമിലാണ് ലോഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 2 ആണ് വരിക. ദെൻ P2 അല്ലേ? അത് എവിടെയാണ് ലോഡ് ചെയ്യുന്നത്? അത് 3rd-ലാണ് ലോഡ് ചെയ്യുന്നത്. ദെൻ P3 അല്ലേ? അത് എവിടെയാണ് ലോഡ് ചെയ്യുന്നത്? ഫ്രെയിം 0-ലാണ് ലോഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പേജ് ടേബിളിന്റെ ഈ ഒരു അല്ലേ ഇൻഡെക്സ് എന്തായിരിക്കും? പേജ് നമ്പർ ആയിരിക്കും. അതിന്റെ ഉള്ളിലെ കണ്ടന്റ് എന്തായിരിക്കും? അത് ഫ്രെയിം നമ്പർ ആയിരിക്കും. സോ ഈ ഫ്രെയിം നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പേജ് എവിടേക്കാണ് ലോഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക അല്ലേ? അപ്പോൾ 5th ഫ്രെയിമിലേക്കാണ് എന്ത് ചെയ്യുക? ഈ ഒരു P0 ലോഡ് ചെയ്യുന്നത് അല്ലേ? അതേപോലെ തന്നെ എന്താണ്? 2nd ഫ്രെയിമിലേക്കാണ് എന്ത് ചെയ്യുക? P1 ലോഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക.